എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി 2020 ജനുവരി 10. 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി നിയമത്തിന് CAAക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. 2020 ജനുവരി 10 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ചൈത്രഭൂമി. മുംബൈയിലെ ദാദറിൽ സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ BR അംബേദ്കറുടെ സ്മാരകവും ശവസംസ്കാര സ്ഥലവുമാണ് ചൈത്രഭൂമി. അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ. പെരിയാർ തടാകം എന്നും അറിയപ്പെടുന്ന തേക്കടി തടാകം 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ തടാകമാണ്. പെരിയാർ നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായി. വിദ്യാഭ്യാസം, വനം, വൈദ്യുതി തുടങ്ങിയ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. എന്നിരുന്നാലും ഒരേ വിഷയത്തിൽ ഒരു കേന്ദ്ര നിയമവും ഒരു സംസ്ഥാന നിയമവും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ കേന്ദ്ര നിയമമാണ് നിലനിൽക്കുക. പ്രതിരോധം, വിദേശകാര്യം തുടങ്ങി യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പ്രത്യേക അധികാരം പാർലമെൻറ്റിനാണ് അഥവാ കേന്ദ്ര സർക്കാരിനാണ്. പോലീസ്, പൊതുജനാരോഗ്യം തുടങ്ങി സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പ്രത്യേക അധികാരം സംസ്ഥാന നിയമസഭകൾക്കാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായിട്ടാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. പാൻക്രിയാസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും സ്രവിക്കുകയും ചെയ്യുന്നു. പാൻക്രിയാറ്റിക് ഐലറ്റുകളിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ ലാംഗർഹാൻസ് ഐലറ്റുകൾ എന്നും അറിയപ്പെടുന്നു. ലാംഗർഹാൻസ് ഐലറ്റുകൾ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഓപ്ഷൻ സി 10. ഇന്ത്യയിൽ അവസാനമായി സമ്പൂർണ്ണ സെൻസസ് നടത്തിയത് 2011 കോവിഡ്-19 പാൻഡമിക് കാരണം 2021 സെൻസസ് മാറ്റിവെച്ചിരുന്നു. ഇന്ത്യയിൽ സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഏത് വിറ്റാമിൻ്റെ കുറവാണ് പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവാണ് പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി വിറ്റാമിൻ B3. നിയാസിൻ എന്നും അറിയപ്പെടുന്ന വിറ്റാമിൻ B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. വിറ്റാമിൻ B3യുടെ കുറവ് മൂലമാണ് പെല്ലഗ്ര എന്ന രോഗം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 16.51% ഉത്തർപ്രദേശിലാണ്. മഹാരാഷ്ട്ര
രണ്ടാം സ്ഥാനത്തും ബീഹാറും പശ്ചിമ ബംഗാളും അടുത്തടുത്ത സ്ഥാനങ്ങളിലും ആണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഏത് വാതകമാണ് പുറത്തുവിടുന്നത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഏത് വാതകമാണ് പുറത്തുവിടുന്നത്? ഓപ്ഷൻ എ ഓക്സിജൻ. സസ്യങ്ങൾ, ആൽഗകൾ, ചില ബാക്ടീരിയകൾ എന്നിവ പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഈ പ്രക്രിയയിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉപോൽപ്പന്നമായി പുറത്തുവരുന്ന വാതകമാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവരുന്ന വാതകമാണ് ഓക്സിജൻ. ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം? ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 1689. 1689 ഇംഗ്ലണ്ട് പാർലമെന്റ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കുകയും 1689 ഡിസംബർ 16 രാജകീയ അംഗീകാരം നേടുകയും ചെയ്തു. രാജവാഴ്ചയുടെ അധികാരം പരിമിതപ്പെടുത്തുകയും ഇംഗ്ലീഷ് ജനതയ്ക്ക് നിരവധി സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും സ്ഥാപിക്കുകയും ചെയ്ത ഒരു നാഴികക്കല്ലായ രേഖയായിരുന്നു ഇത്. ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത് 1689 ആയിരുന്നു. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ സി 3.28. വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ വിസ്തീർണം 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്ററാണ്. നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? വിദേശകാര്യം, ധനകാര്യം, വാർത്താവിനിമയം, പ്രതിരോധം. തന്നിരിക്കുന്നവയിൽ നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ധനകാര്യം. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നപ്പോൾ പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം തുടങ്ങിയ 3 പ്രധാന വിഷയങ്ങളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറി. തുടക്കത്തിൽ ധനകാര്യവും മറ്റ് ആഭ്യന്തര ഭരണവും സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാനമായും നാട്ടുരാജ്യങ്ങളുടെ കയ്യിലായിരുന്നു. മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്ത് അല്ലെങ്കിൽ കോറമാൻഡൽ തീരത്ത്, പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിൽ കൃഷ്ണ നദിയുടെ അഴിമുഖങ്ങളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രധാനമായ തുറമുഖ പട്ടണമാണ് മസൂലിപ്പട്ടണം. 16ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് ഈ പട്ടണം ഒരു പ്രധാന വ്യാപാര തുറമുഖമായിരുന്നു. മസൂലിപ്പട്ടണം ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രജൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി 1, 2, 4, 5. മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ എല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്. നൈട്രജൻ ഒരു ഹരിതഗ്രഹ വാതകമല്ല, ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്നില്ല. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 60 അനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസാണ് നടത്തുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ ലഭ്യമായ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ് ഈ ചുമതല നിർവഹിക്കുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഓപ്ഷൻ സി 1857 വിപ്ലവം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ
ഇന്ത്യൻ പട്ടാളക്കാരുടെ ശിപ്പായിമാരുടെ കലാപമായാണ് ഇത് ആരംഭിച്ചതെങ്കിലും വടക്കൻ മധ്യ ഇന്ത്യയിലുടനീളമുള്ള കർഷകർ, ഭൂവുടമകൾ, ഭരണാധികാരികൾ എന്നിവർ ഉൾപ്പെട്ട ഒരു വ്യാപകമായ കലാപമായി അത് പെട്ടെന്ന് തന്നെ വളരുകയായിരുന്നു ഉണ്ടായത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം 1857 വിപ്ലവമാണ്. ബോയിങ് 787 ഡ്രീം ലൈനർ പോലുള്ള ആധുനിക വിമാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഏത് സംയുക്ത വസ്തുവാണ് അലൂമിനിയം പോലുള്ള പരമ്പരാഗത ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച കരുത്ത്, ഭാര അനുപാതം നൽകുന്നത്? ബോയിങ് 787 ഡ്രീം ലൈനർ പോലുള്ള ആധുനിക വിമാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഏത് സംയുക്ത വസ്തുവാണ് അലൂമിനിയം പോലുള്ള പരമ്പരാഗത ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച കരുത്ത്, ഭാര അനുപാതം നൽകുന്നത്? ഓപ്ഷൻ ബി, കാർബൺ ഫൈബർ. വിമാനങ്ങളുടെ ഭാരം ഗണ്യമായി കുറയ്ക്കാനും മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കും കൂടുതൽ കാലം ഈട് നിൽക്കാനും ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി കൈവരിക്കാനും കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ CFRP ഉപയോഗിക്കുന്നതിലൂടെ സാധ്യമാകുന്നു. ബോയിങ് 787 ഡ്രീം ലൈനർ പോലുള്ള ആധുനിക വിമാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കാർബൺ ഫൈബർ എന്ന സംയുക്ത വസ്തുവാണ് അലൂമിനിയം പോലുള്ള പരമ്പരാഗത ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച കരുത്ത്, ഭാരാനുപാതം നൽകുന്നത്. ലോക ക്ഷയരോഗ ദിനം എന്നാണ് ലോക ക്ഷയരോഗ ദിനം? ഓപ്ഷൻ എ, മാർച്ച് 24. 1882 ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ, ട്യൂബർക്കുലോസിന് കാരണമാകുന്ന ബാക്ടീരിയയായ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ തീയതി ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്നു. വായു അറകളുടെ അസാന്നിധ്യം. ഉൽക്കകൾ കത്തുന്നു. ഉയരം തോറും താപം ഗണ്യമായി വർദ്ധിക്കുന്നു. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി. 1C, 2D, 3B, 4A. മെസോസ്ഫിയർ, ഉൽക്കകൾ കത്തുന്നു. തെർമോസ്ഫിയർ, ഉയരം തോറും താപം ഗണ്യമായി വർദ്ധിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ, വായു അറകളുടെ അസാന്നിധ്യം. ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 44. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് UCCയെ പറ്റി പരാമർശിക്കുന്നത്. ഇന്ത്യയിലുടനീളം പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ സംസ്ഥാനം ശ്രമിക്കും എന്ന് പ്രസ്താവിക്കുന്ന സംസ്ഥാന നയത്തിൻ്റെ ഒരു നിർദ്ദേശക തത്വമാണിത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെ? ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ സി, സിംഗപ്പൂർ. അച്ചുതണ്ട് ശക്തികളുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് എന്നറിയപ്പെട്ട ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് സിംഗപ്പൂരിലായിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ആലുവ സർവമത സമ്മേളനം. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. മതപരമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം അറിവ് മനസ്സിലാക്കുന്നതിലും പങ്കിടുന്നതിലുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? മാക്കാച്ചിക്കാട അഥവാ
തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷിസങ്കേതം? ഓപ്ഷൻ ബി തട്ടേക്കാട് പക്ഷിസങ്കേതം. ഡോക്ടർ സലിം അലി പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷിസങ്കേതം മാക്കാച്ചിക്കാട് അഥവാ ശ്രീലങ്കൻ തവളവായൻ കിളിക്ക് പേരുകേട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ അഥവാ ഏകദേശം 250 അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിൻ്റെ 48% മലനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. ഏത് കാർഷിക ഗവേഷണ സ്ഥാപനമാണ് പ്രധാനമായും മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുവർഗ വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് കാർഷിക ഗവേഷണ സ്ഥാപനമാണ് പ്രധാനമായും മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുവർഗ വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഓപ്ഷൻ സി സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം, CTCRI. മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന തുടങ്ങിയ ഉഷ്ണമേഖലാ കിഴങ്ങ് വിളകളെക്കുറിച്ചുള്ള ഗവേഷണ സ്ഥാപനമാണ് CTCRI. തിരുവനന്തപുരത്താണ് CTCRIയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്താണ്? ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം? ഓപ്ഷൻ ബി 21. 1992 74ാമത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് മുനിസിപ്പാലിറ്റിയിൽ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ കാശ്മീർ, ഹിമാലയം. കരേവ എന്ന പദം ഉയർന്ന പീഠഭൂമികളെയാണ് സൂചിപ്പിക്കുന്നത്. അവ അടിസ്ഥാനപരമായി തടാക നിക്ഷേപങ്ങളാണ്. കാശ്മീർ താഴ്വരയുടെ തടത്തിൽ അടിഞ്ഞുകൂടിയ കളിമണ്ണ്, എക്കൽ, മറ്റവശിഷ്ടങ്ങൾ എന്നിവയുടെ കട്ടിയുള്ള നിക്ഷേപങ്ങളാണിവ. ഇവ വളരെ ഫലഭൂയിഷ്ടമാണ്. കുങ്കുമം, ആപ്പിൾ, ബദാം എന്നിവയുടെ കൃഷിക്ക് വളരെ അനുയോജ്യവുമാണ്. ഹിമാലയത്തിൻ്റെ കാശ്മീർ ഹിമാലയത്തിലാണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം? ഓപ്ഷൻ ബി പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന്? ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന്? ഓപ്ഷൻ സി തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? എത്മോയിഡ് എന്ന അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്തായാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ തലയോട്. തലയോട്ടിയുടെ മധ്യരേഖയിൽ നാസികാദ്വാരത്തിൻ്റെ മുകൾ ഭാഗത്തും കൺതടങ്ങൾക്കിടയിലും സ്ഥിതി ചെയ്യുന്ന ഒറ്റ അസ്ഥിയാണിത്. എത്മോയിഡ് അസ്ഥി തലയോട്ടിയിലാണ് കാണപ്പെടുന്നത്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. തന്നിരിക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 3 and 2. ആർട്ടിക്കിൾ 300A സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. തുടക്കത്തിൽ സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു. 1978 44ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇത് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് നിയമപരമായ അല്ലെങ്കിൽ
ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് ഓപ്ഷൻ ഡി വിശ്വനാഥൻ ആനന്ദ്. ചെസ്സിലെ നേട്ടങ്ങൾക്ക് വിശ്വനാഥൻ ആനന്ദിന് ആദ്യ അവാർഡ് ലഭിച്ചു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ് ഈ അവാർഡ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് വിശ്വനാഥൻ ആനന്ദാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയഗാനത്തെ അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 ആണ്. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേലങ്കി ധരിക്കാനുള്ള അവകാശത്തിനായി നടന്ന ചരിത്ര സംഭവം ഏതാണ്? തന്നിരിക്കുന്നവയിൽ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേലങ്കി ധരിക്കാനുള്ള അവകാശത്തിനായി നടന്ന ചരിത്ര സംഭവം ഏതാണ്? ഓപ്ഷൻ ഡി ചാന്നാർ കലാപം. 1813 മുതൽ 1859 വരെ തിരുവിതാംകൂർ രാജ്യത്തിലെ നാടാർ സ്ത്രീകൾ മേലങ്കി ധരിക്കാനുള്ള അവകാശത്തിനായി നടത്തിയ പോരാട്ടത്തെയാണ് ചാന്നാർ ലഹള അല്ലെങ്കിൽ ചാന്നാർ കലാപം എന്നറിയപ്പെടുന്നത്. ഇത് മാറുമറയ്ക്കൽ സമരം എന്നും അറിയപ്പെടുന്നു. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേലങ്കി ധരിക്കാനുള്ള അവകാശത്തിനായി നടന്ന ചരിത്ര സംഭവമായിരുന്നു ചാന്നാർ കലാപം. സ്ഥിരതയാർന്നതും വിശ്വസനീയവുമായ ബാറ്റിംഗ് ശൈലി കൊണ്ട് ദി വാൾ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? സ്ഥിരതയാർന്നതും വിശ്വസനീയവുമായ ബാറ്റിംഗ് ശൈലി കൊണ്ട് ദി വാൾ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ ഡി രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡാണ് സ്ഥിരതയാർന്നതും വിശ്വസനീയവുമായ ബാറ്റിംഗ് ശൈലി കൊണ്ട് ദി വാൾ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മേഘാലയ. 100 ഡ്രംസ് ഫെസ്റ്റിവൽ എന്നും അറിയപ്പെടുന്ന ഈ ഉത്സവം ഫലഭൂയിഷ്ഠതയുടെ സൂര്യദേവനായ സാൽ ജോങ്ങിനെ ആദരിക്കുന്നതിനായി ഗാരോ ഗോത്രവർഗ്ഗക്കാർ ആചരിക്കുന്ന ഒരു ഉത്സവമാണ്. ഇത് വിളവെടുപ്പ് കാലത്തിൻ്റെ അവസാനത്തെ അടയാളപ്പെടുത്തുകയും ശൈത്യകാലത്തിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മേഘാലയ സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. തന്നിരിക്കുന്ന 4 തന്നെ നോട്ടടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കൽ, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കൽ, ഇതെല്ലാം തന്നെ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ആണ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ഈ നാടകം ആദ്യം ബംഗാളിയിലാണ് എഴുതിയത്. അതിൻ്റെ പേര് ഡാക് ഘർ എന്നാണ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? തന്നിരിക്കുന്നവയിൽ നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന
അനുച്ഛേദം? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 21. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ ബി പാഠകം. ഹിന്ദു പുരാണങ്ങളിലെ കഥകൾ വിവരിക്കുന്ന ഒരു പരമ്പരാഗത കേരള ക്ഷേത്ര കലാരൂപമാണ് പാഠകം. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപമാണ് പാഠകം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്നത് ലാറ്റിൻ പദമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷപാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന വാക്ക് ഉണ്ടായത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ആണ്. 1942 ഓഗസ്റ്റ് 8-ന് മുംബൈയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി AICC സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. 1942 ഓഗസ്റ്റ് 8-ന് മുംബൈയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗം ആക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യമുണ്ടായിരുന്നു. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. തന്നിരിക്കുന്നവയിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 1 and 2. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നത്. താഴെ പറയുന്നവയിലേതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പൊതുജനാരോഗ്യവും ശുചിത്വവും, കൃഷി, മത്സ്യബന്ധനം, ബാങ്കിങ്. തന്നിരിക്കുന്നവയിലേതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ബാങ്കിങ്. പൊതുജനാരോഗ്യവും ശുചിത്വവും, കൃഷി, മത്സ്യബന്ധനം എന്നിവ സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക നിയമനിർമ്മാണാധികാരത്തിന് കീഴിലുള്ള വിഷയങ്ങളാണ്. അവ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പൊതുജനാരോഗ്യവും ശുചിത്വവും, കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയവ സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക നിയമനിർമ്മാണാധികാരത്തിന് കീഴിലുള്ളതാണ്. അവ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. തന്നിരിക്കുന്ന ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. തന്നിരിക്കുന്നവയിൽ
കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി വിശാഖപട്ടണം. തന്നിരിക്കുന്നവയിൽ വിശാഖപട്ടണത്തെ തുറമുഖമാണ് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? തന്നിരിക്കുന്നവയിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ഓപ്ഷൻ ബി 0.81. 0.81 മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് 1875 ആര്യസമാജം സ്ഥാപിച്ചത്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. 1989 സുപ്രീം കോടതിയിലേക്ക് നിയമിതയായ ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും രാജ്യത്തെ ഏതെങ്കിലും ഉന്നത നീതിന്യായ വ്യവസ്ഥകളിലേക്ക് നിയമിതയായ ആദ്യത്തെ മുസ്ലിം വനിതയുമാണ്. 1992 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ശേഷം 1997 മുതൽ 2001 വരെ അവർ തമിഴ്നാട് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീവി. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏതാണ്? രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഓപ്ഷൻ ബി ശുക്രൻ. സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെയോ സൂര്യോദയത്തിന് മുമ്പോ ഇത് സാധാരണയായി ദൃശ്യമാകുന്നതിനാൽ ശുക്രനെ പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സായാഹ്ന നക്ഷത്രം എന്നും വിളിക്കാറുണ്ട്. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.